ഈ കൂട്ടുപലിശയുടെ പ്രത്യേകത, കോമ്പൗണ്ട് ഇൻട്രസ്റ്റിന്റെ പ്രത്യേകത പിടിച്ചാ പോകുന്നത്. പിടിച്ചാണ് പോകുന്നത്. എക്സ് പ്ലസ് 1/x വില √5 ആണെങ്കിൽ x³ പ്ലസ് 1/x³ എത്ര എന്നാണ് ചോദിച്ചത്. വെൽക്കം ടു കോമ്പറ്റിറ്റീവ് ക്രാക്കർ. എൻ്റെ പേര് ഷൈജു. അപ്പൊ ഞാൻ ഇന്ന് നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുന്നത് നമ്മുടെ ഒരുപാട് നാളത്തെ കാത്തിരിപ്പിന് ശേഷം കേരള ഹൈക്കോർട്ട് ടെസ്റ്റിന്റെ നോട്ടിഫിക്കേഷൻ റീസെന്റ് ആയിട്ട് വന്നിരിക്കുകയാണ്. അപ്പം നമ്മുടെ ഈ പരീക്ഷയുടെ നോട്ടിഫിക്കേഷൻ വന്ന് ഒരുപാട് പേര് അപ്ലൈ ചെയ്തിട്ട് തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ ഈ പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന സമയത്ത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഇത് 3 ഫേസ് ആയിട്ടാണ് പോകുന്നത്. അതിൽ ആദ്യം നടക്കുന്നത് ഒബ്ജക്റ്റീവ് എക്സാം ആണ്, നമ്മൾ സാധാരണ എഴുതാറുള്ള പരീക്ഷ. അതിനുശേഷമാണ് ഡിസ്ക്രിപ്റ്റീവ് എക്സാമിലേക്ക് പോകുന്നത്. അതിനുശേഷമാണ് ഇന്റർവ്യൂ പ്രോസസ്സ് വരുന്നത്. അപ്പൊ ഈ ആദ്യം നമ്മുടെ ലക്ഷ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഈ ഒബ്ജക്റ്റീവ് എക്സാം ക്ലിയർ ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം. അപ്പോൾ നിങ്ങൾക്കറിയാം, ആ ഒബ്ജക്റ്റീവ് എക്സാമിന് നമ്മുടെ ഇംഗ്ലീഷ്, അതേപോലെ GK, അതേപോലെ മാത്സ്, ഈ 3 ഭാഗങ്ങളാണ് ഉള്ളത്. അതിലെ ഇംഗ്ലീഷിനാണ് ഏറ്റവും കൂടുതൽ പ്രാധാന്യം ഉള്ളതെന്നും അതിന്റെ മാർക്ക് ഡിവിഷൻ ഉൾപ്പെടെയുള്ള സിലബസ് നിങ്ങൾ വൃത്തിയായിട്ട് കയ്യിലെടുത്ത് സൂക്ഷിക്കണം. എന്നിട്ട് വേണം മുമ്പോട്ട് പ്രിപ്പയർ ചെയ്ത് പോകാൻ. അപ്പോൾ മാത്സിന്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ 10 മാർക്കിന്റെ ചോദ്യങ്ങളാണ് ക്വസ്റ്റ്യൻ പേപ്പറിനകത്തുള്ളത്. ഈ 10 മാർക്ക് നിങ്ങൾക്ക് ഒരു ശരാശരി നിലവാരത്തിൽ പഠിക്കുന്ന ഉദ്യോഗാർത്ഥിക്ക് ഈ 10 മാർക്കും നിസ്സാരമായിട്ട് സ്കോർ ചെയ്യാൻ പറ്റും. ആദ്യമേ തന്നെ പറയുക കേട്ടോ, അതൊരു ഗ്യാരണ്ടിയാണ്, ഉറപ്പായിട്ടും കിട്ടും. നിങ്ങൾക്ക് ഒരു ആവറേജ്, ഒരു ശരാശരി നിലവാരത്തിൽ പഠിക്കുന്ന ഉദ്യോഗാർത്ഥിക്ക് 10ലെ 10 മാർക്കും അടിക്കാൻ പറ്റും. അപ്പൊ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പരിചയപ്പെടുത്താൻ പോകുന്നത് നമ്മൾ ഏറ്റവും അവസാനം എഴുതിയ, കഴിഞ്ഞ ഹൈക്കോർട്ട് ടെസ്റ്റിന്റെ പരീക്ഷ എഴുതിയപ്പോൾ നമ്മൾ കണ്ടുപോയ ആ 10 ചോദ്യങ്ങളിലൂടെ പരിചയപ്പെടുത്തും. അപ്പൊ ഓരോ ചോദ്യങ്ങൾ കാണുമ്പോൾ നിങ്ങൾക്ക് ഇനി എഴുതാൻ പോകുന്ന പരീക്ഷയ്ക്ക് ഏത് നിലവാരത്തിലുള്ള ചോദ്യങ്ങളാണ് ചോദിക്കുന്നത് എന്നുള്ള കാര്യത്തിൽ കറക്റ്റ് ഐഡിയ കിട്ടും. അപ്പൊ നമുക്ക് നേരെ ക്വസ്റ്റ്യനിലേക്ക് പോകാം. അപ്പൊ കഴിഞ്ഞ തവണ ചോദിച്ച ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ഇതായിരുന്നു കേട്ടോ. ചോദ്യം, x പ്ലസ് 1/x വില √5 ആണെങ്കിൽ x³ പ്ലസ് 1/x³ എത്ര എന്നാണ് ചോദ്യം. x പ്ലസ് 1/x വില √5 ആണെങ്കിൽ x³ പ്ലസ് 1/x³ എത്ര എന്നാണ് ചോദിച്ചത്. അപ്പൊ ഇത്തരത്തിലെ ഒരു ചോദ്യം പരീക്ഷയ്ക്ക് ചോദിക്കുമ്പോൾ ഏത് ചാപ്റ്ററിൽ നിന്നാണ് ചോദിച്ചതെന്ന് ചോദിച്ചു കഴിഞ്ഞാല് ഇത് നമ്മുടെ നമ്പർ സിസ്റ്റം എന്ന് പറയുന്ന ഒന്നാമത്തെ ചാപ്റ്റർ എന്നുള്ള ചോദ്യമാണ്. നമ്പർ സിസ്റ്റം എന്ന് പറയുന്ന ചാപ്റ്ററിലെ ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യമാണ് ഇത്. അപ്പോൾ നമ്മൾ നമ്പർ സിസ്റ്റം എന്ന് പറയുന്ന ചാപ്റ്റർ പഠിക്കുമ്പോൾ അവിടെ ഇതാണ്ടേ x പ്ലസ് 1/x വില തന്നിട്ട് x² പ്ലസ് 1/x² എത്ര എന്ന് കണ്ടുപിടിക്കാറുണ്ട്. അതേപോലെ x മൈനസ് 1/x വില തന്നിട്ട് x² പ്ലസ് 1/x² എത്ര എന്ന് പഠിക്കാറുണ്ട്. അതേപോലെ x പ്ലസ് 1/x വില തന്നിട്ട് x³ പ്ലസ് 1/x³ എത്ര എന്ന് പഠിക്കാറുണ്ട്. x മൈനസ് 1/x വില തന്നിട്ട് x³ മൈനസ് 1/x³ എത്ര എന്ന് പഠിക്കാറുണ്ട്. ഇത് 4 പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ്. ഈ ഭാഗത്തെ ഏറ്റവും പ്രധാനപ്പെട്ട 4 ചോദ്യങ്ങളാണിത്. x പ്ലസ് 1/x വില തന്നിട്ട് x² പ്ലസ് 1/x² എത്ര എന്ന് ചോദിക്കാം. x മൈനസ് 1/x വില തന്നിട്ട് x² പ്ലസ് 1/x² എത്ര എന്ന് ചോദിക്കാം. x പ്ലസ് 1/x വില തന്നിട്ട് x³ പ്ലസ് 1/x³ എത്ര എന്ന് ചോദിക്കാം. x മൈനസ് 1/x വില തന്നിട്ട് x³ മൈനസ് 1/x³ എത്ര എന്ന് ചോദിക്കാം. ഇത്തരത്തിലെ സ്ക്വയറിന്റെ ചോദ്യങ്ങളാണ് പരീക്ഷയ്ക്ക് ചോദിക്കുന്നതെങ്കിൽ k² പ്ലസ് ഓർ മൈനസ് 2 ആണ് ഇക്വേഷൻ കേട്ടോ. k² പ്ലസ് ഓർ മൈനസ് 2, അതായത് സ്ക്വയറിന്റെ ചോദ്യങ്ങളാണ് പരീക്ഷയ്ക്ക് ചോദിക്കുന്നതെങ്കിൽ k² പ്ലസ് ഓർ മൈനസ് 2. സ്ക്വയറിന്റെ ചോദ്യങ്ങളാണ് പരീക്ഷയ്ക്ക് ചോദിക്കുന്നതെങ്കിൽ k² പ്ലസ് ഓർ മൈനസ് 2
എന്നുള്ള ഇക്വേഷൻ ഓർമ്മയിൽ ഉണ്ടാവണം. ഇനി പ്ലസ് എടുക്കണോ മൈനസ് എടുക്കണോ എന്നുള്ള കാര്യം ഞാൻ പറഞ്ഞു തരാം. വെയിറ്റ്. അടുത്തത് ക്യൂബിന്റെ ചോദ്യങ്ങളാണെങ്കിൽ കെ ക്യൂബ് പ്ലസ് ഓർ മൈനസ് 3k ഉണ്ടോ? കെ ക്യൂബ് പ്ലസ് ഓർ മൈനസ് 3k. അപ്പോൾ ഇനി എടാ പ്ലസ് എടുക്കണോ മൈനസ് എടുക്കണോ എന്നതാണ് സംശയം. നിങ്ങൾ ഇത്ര മാത്രം ആലോചിച്ചാൽ മതി. ആ ക്വസ്റ്റ്യൻ തുടക്കത്തില് എന്ത് ചിഹ്നമാണോ കിടക്കുന്നത് അതിന്റെ ഓപ്പോസിറ്റ് ചിഹ്നം അങ്ങ് എടുക്കണം. തുടക്കത്തിലെ ചിഹ്നം എന്താണോ അതിന്റെ ഓപ്പോസിറ്റ് ചിഹ്നം എടുക്കണം. തുടക്കത്തിൽ പ്ലസ് ആണെങ്കിൽ മൈനസ് ഉള്ള ഇക്വേഷൻ പിടിച്ചോണം. തുടക്കത്തിലെ മൈനസ് ആണെങ്കിൽ പ്ലസ് ഉള്ള ഇക്വേഷൻ എടുക്കണം. തുടക്കത്തിൽ എന്ത് ചിഹ്നമാണോ കിടക്കുന്നത് അതിന്റെ ഓപ്പോസിറ്റ് ചിഹ്നമുള്ള ഇക്വേഷൻ എടുത്താൽ മതി. സോ അങ്ങനെയാണെങ്കിൽ നമുക്ക് എക്സ് പ്ലസ് 1/xന്റെ വില √5 ആണെന്ന് പറഞ്ഞു. കണ്ടുപിടിക്കേണ്ടത് എക്സ് ക്യൂബ് പ്ലസ് 1/x³ എത്ര എന്നാണ് ചോദ്യം. സോ ഇത് ക്യൂബിന്റെ ചോദ്യമല്ലേ? ഇത് സ്ക്വയറിന്റെ ചോദ്യമാണ്, ഇത് ക്യൂബിന്റെ ചോദ്യമാണ്. സോ ക്യൂബിന്റെ ചോദ്യമാണെങ്കിൽ കെ ക്യൂബ് പ്ലസ് ഓർ മൈനസ് 3k. കെ ക്യൂബ് പ്ലസ് ഓർ മൈനസ് 3k ആണ് ഇക്വേഷൻ. തുടക്കത്തിലെ ചിഹ്നം പ്ലസ് അല്ലേടാ? തുടക്കത്തിലെ ചിഹ്നം പ്ലസ് ആണെങ്കിൽ മൈനസ് ഉള്ള ഇക്വേഷൻ എടുക്കണം. തുടക്കത്തിലെ ചിഹ്നം പ്ലസ് ആണെങ്കിൽ മൈനസ് ഉള്ള ഇക്വേഷൻ എടുക്കണം. തുടക്കത്തിലെ ചിഹ്നം മൈനസ് ആണെങ്കിൽ പ്ലസ് ഉള്ള ഇക്വേഷൻ എടുക്കണം. അപ്പൊ ഇവിടെ തുടക്കത്തിലെ ചിഹ്നം പ്ലസ് ആയതുകൊണ്ട് മൈനസ് ഉള്ള ഇക്വേഷൻ എടുത്താൽ മതി. അതായത് മൈനസ്, അതായത് കെ ക്യൂബ് മൈനസ് 3k എന്ന് വരും. ഇതാണ് നമ്മുടെ ഇക്വേഷൻ. കെ ക്യൂബ് മൈനസ് 3k. തുടക്കത്തിൽ എന്ത് ചിഹ്നമാണോ കിടക്കുന്നത് അതിന്റെ ഓപ്പോസിറ്റ്. തുടക്കത്തിലെ ചിഹ്നം പ്ലസ് ആയതുകൊണ്ട് മൈനസ് ഉള്ള ഇക്വേഷൻ എടുത്താൽ മതി. അതായത് കെ ക്യൂബ് മൈനസ് 3k എന്ന് വരും. കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അവര് തരുന്ന സംഖ്യ, അത് ഇവിടെ √5 ആണ് തന്നത്. അപ്പൊ കെയുടെ വില √5. സാധാരണ എണ്ണൽ സംഖ്യകളാണ് തരുന്നത്. 2, 3, 4, 5 അങ്ങനെയൊക്കെയുള്ള നമ്പർ ആയിരിക്കും സാധാരണ തരുന്നത്. പക്ഷെ നമ്മുടെ ക്വസ്റ്റിനകത്ത് √5 ആണ് തന്നത്. പേടിക്കണ്ട, √5 അങ്ങ് എടുക്കുക. ഓക്കെ, കെയുടെ വില √5 ആണേ. കെയുടെ വില √5. അപ്പോൾ √5ന്റെ ക്യൂബ് മൈനസ് കെയുടെ വില √5 ആണ്. 3നെ √5 കൊണ്ട് ഗുണിച്ചാൽ 3 √5 എന്ന് വരും. കെയുടെ വില എന്താണ്? √5 ആണ്. കെയുടെ വില √5 ആണ്. അപ്പൊ 3k എന്ന് പറഞ്ഞാല് 3 × √5. 3നെ √5 കൊണ്ട് ഗുണിക്കുവാണെങ്കിൽ 3 √5 എന്ന് വരും. ഓക്കെ, ഇനി √5ന്റെ ക്യൂബ് എത്ര? √5ന് നിങ്ങൾ 3 തവണ ഗുണിച്ചാൽ മതി. എടാ മക്കളെ, √5നെ 3 തവണ ഗുണിച്ചു കഴിഞ്ഞാല് √5 × √5 × √5. √5ഉം √5ഉം കൂടെ ഗുണിച്ചാൽ √25. √25 എന്ന് പറഞ്ഞ 5. ശരിയല്ലേ? √5നെ 3 തവണയല്ലേ ഗുണിക്കേണ്ടത്? √5നെ 3 തവണ ഗുണിക്കണം. √5നെ 2 തവണ ഗുണിച്ചാൽ √5 × √5 √25 ആണ്. √25 എന്ന് പറഞ്ഞ 5 ആണ്. ആ 5നെ വീണ്ടും √5 കൊണ്ട് ഗുണിച്ചാല് 5 √5 എന്ന് വരും. 5 √5 എന്ന് വരും. അപ്പൊ ആ ഒരു ഭാഗത്ത് 5 √5 എന്നാണ് വരുന്നത്. എങ്ങനെയാണ് വന്നത്? √5നെ 3 തവണ ഗുണിച്ചു. √5നെ 3 തവണ ഗുണിക്കുവാണെങ്കിൽ √5നെ 3 തവണ ഗുണിക്കുവാണെങ്കിൽ √5 × √5 × √5, ആ √5ഉം √5ഉം കൂടെ ഗുണിച്ചാൽ √25 വരും. √25ന്റെ വില 5 ആണ്. 5 × √5 5 √5 എന്ന് വരും. അപ്പോൾ 5 √5 എന്ന് വരും. മൈനസ് 3 √5 അതുപോലെ തന്നെ എഴുതി. 5 √5ന്ന് 3 √5 കുറച്ചാൽ 2 √5 എന്ന് വരും. അപ്പോൾ 2 √5 ആയ ഓപ്ഷൻ ഡി ആയിരുന്നു റൈറ്റ് ആൻസർ. അപ്പൊ ഇതുമായിട്ട് ബന്ധപ്പെട്ട ഇത്രയും കാര്യങ്ങൾ വൃത്തിയായിട്ട് നിങ്ങൾ ഒരു ബുക്കിനകത്തേക്ക് എഴുതി വെച്ചോ. ഉറപ്പായിട്ടും പരീക്ഷയ്ക്ക് ചോദിക്കും. x + 1/xന്റെ വില വന്നിട്ട് x² + 1/x² എത്രയാണെന്ന് ചോദിക്കാം.
എക്സ് മൈനസ് 1/x വില വന്നിട്ട് x² + 1/x² എത്രയാണെന്ന് ചോദിക്കാം. x + 1/x വില വന്നിട്ട് x³ + 1/x³ എത്രയാണെന്ന് ചോദിക്കാം. അതും അല്ലെങ്കിൽ x - 1/x വില വന്നിട്ട് x³ - 1/x³ എത്രയാണെന്ന് ചോദിക്കാം. സ്ക്വയറിന്റെ പ്രോബ്ലം ആണെങ്കിൽ k² ± 2, ക്യൂബ് ആണെങ്കിൽ k³ ± 3k. തുടക്കത്തിൽ എന്ത് ചിഹ്നമാണോ കിടക്കുന്നത് അതിന്റെ ഓപ്പോസിറ്റ് ചിഹ്നം എടുത്താൽ ആൻസർ ആയി. ഇത്രയും കാര്യങ്ങൾ ഓർമ്മയിൽ ഉണ്ടാവണം. അപ്പൊ ഒന്നാമത്തെ ആൻസർ കിട്ടി. ഒന്നാമത്തെ ആൻസർ ഓപ്ഷൻ ബി ആണ്. രണ്ടാമത്തെ ചോദ്യം, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. സോ രണ്ടാമത്തെ ചോദ്യം ശ്രദ്ധിക്കുക. 2 പൈപ്പ്, ഒരെണ്ണം എ ഒരെണ്ണം ബി, ക്യാൻ fill a tank in 24 minutes and 32 minutes respectively. 2 പൈപ്പ് ഉണ്ട്. അതിലെ ഒന്നാമത്തെ പൈപ്പ് 24 മിനിറ്റ് കൊണ്ട് ഒരു ടാങ്ക് നിറയ്ക്കും. രണ്ടാമത്തെ പൈപ്പ് 32 മിനിറ്റ് കൊണ്ട് ഒരു ടാങ്ക് നിറയ്ക്കും. രണ്ടും ഒരുമിച്ച് ഓപ്പൺ ചെയ്തു. ഇഫ് ബോത്ത് ദ പൈപ്സ് ആർ ഓപ്പൺഡ് സൈമൾട്ടേനിയസ്ലി എന്ന് പറഞ്ഞാല് 2 പൈപ്പും ഒരുമിച്ച് ഓപ്പൺ ചെയ്തു. അതായത് ഇതാണ് ഒരു ടാങ്ക്, ഇത് ഒന്നാമത്തെ പൈപ്പ്, ഇത് രണ്ടാമത്തെ പൈപ്പ്. ആഫ്റ്റർ ഹൗ മച്ച് ടൈം ഷുഡ് എ ബി ക്ലോസ്ഡ് സോ ദാറ്റ് ദ ടാങ്ക് ഈസ് ഫുൾ ഇൻ 20 മിനിറ്റ്സ്. അതായത് ഈ 2 പൈപ്പ് ഒരുമിച്ച് ഓപ്പൺ ചെയ്തു. എത്ര സമയത്തിന് ശേഷം എ എന്ന് പറയുന്ന ടാപ്പ് നിങ്ങൾ ക്ലോസ് ചെയ്യണം. ഈ എ എന്ന് പറയുന്ന ടാപ്പ് ക്ലോസ് ചെയ്യുമ്പോൾ ബി മാത്രമല്ലേ വർക്ക് ചെയ്യത്തുള്ളൂ? യെസ്. പക്ഷേ 20 മിനിറ്റ് കൊണ്ട് ഈ പരിപാടി അവസാനിപ്പിക്കണം. അതിന് എത്ര മിനിറ്റ് കഴിയുമ്പോഴാണ് എ എന്ന് പറയുന്ന ടാപ്പ് ക്ലോസ് ചെയ്യേണ്ടത് എന്നാണ് ചോദ്യം. അപ്പൊ ഈ ചോദ്യം വന്നിരിക്കുന്നത് നമ്മുടെ ടൈം ആൻഡ് വർക്ക് എന്ന് പറയുന്ന ചാപ്റ്ററിന്റെ ബാക്കിയായിട്ട് വരുന്ന പൈപ്പ് ആൻഡ് സിസ്റ്റേൺ എന്ന് പറയുന്ന ചാപ്റ്ററുമായി ബന്ധപ്പെട്ട ചോദ്യമാണ്. സോ ഈ ഒരു ഭാഗം നിങ്ങൾ നന്നായിട്ട് പഠിക്കണം. ഒരുപാട് ചോദ്യങ്ങൾ കുറച്ചും കൂടെ ഡീറ്റെയിൽഡ് ആയിട്ട് പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് നന്നായിട്ട് പഠിക്കണം. നല്ല ചോദ്യങ്ങൾ തീർച്ചയായിട്ടും പ്രതീക്ഷിക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഈ 2 പൈപ്പും കൂടെ ഈ ടാങ്ക് നിറയ്ക്കും. കണ്ടോ, ഈ ടാങ്ക് ഉറപ്പായിട്ട് നിറയ്ക്കും. അതിലെ ആദ്യത്തെ പൈപ്പ് കുറച്ചു നേരവും പിന്നെ ബി എന്ന് പറയുന്ന ടാപ്പ് ഫുൾ നേരം, അതായത് 20 മിനിറ്റ് ആണല്ലോ നമ്മുടെ പ്രോസസ്സ്. ആ 20 മിനിറ്റും ബി എന്ന് പറയുന്ന ടാപ്പ് വർക്ക് ചെയ്യും. അപ്പൊ ഇവിടെ ചുരുക്കി പറഞ്ഞാല് എയും ബിയും കൂടെ ചേരുമ്പോൾ എ പ്ലസ് ബി, എയും ബിയും കൂടെ ഒരുമിച്ച് വർക്ക് ചെയ്യുമ്പോൾ ഈ ടാങ്ക് നിറയും. നിറയും എന്ന് പറഞ്ഞാല് 100% നിറയും. 100%. അതായത് 100% എന്ന് പറഞ്ഞാൽ അർത്ഥം 100/100 അല്ലേ? അല്ലേ? 100% എന്ന് പറഞ്ഞ അർത്ഥം 100/100 അല്ലേ? ഒരു സംഖ്യക്ക് ശതമാന സിമ്പൽ ഉണ്ടെങ്കിൽ അതിന്റെ അർത്ഥം 100 കൊണ്ട് ഹരിച്ചിരിക്കുന്നു എന്നാണല്ലോ അർത്ഥം. അപ്പൊ 100% എന്ന് പറഞ്ഞാൽ 100/100, ദാറ്റ് ഈസ് 1. അപ്പോൾ എയും ബിയും കൂടെ ഒരുമിച്ച് വർക്ക് ചെയ്തുകൊണ്ട് ആ ടാങ്ക് നിറച്ചു. ദാറ്റ് ഈസ് 1. A + B = 1. എ എന്ന് പറയുന്ന ടാപ്പും ബി എന്ന് പറയുന്ന ടാപ്പും കൂടെ ഒരുമിച്ച്, പൈപ്പും കൂടെ ഒരുമിച്ച് വർക്ക് ചെയ്തിട്ട് ആ ടാങ്ക് ഫുൾ ആക്കി 100% നിറച്ചു. ദാറ്റ് ഈസ് 1. ഇനി എ എന്ന് പറയുന്ന ടാപ്പ് 24 മിനിറ്റ് കൊണ്ടാണ് ഒരു ടാങ്ക് നിറയ്ക്കുന്നത്. അപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്കിക്കേ, എടാ എ എന്ന് പറയുന്ന ടാപ്പ് 24 മിനിറ്റ് കൊണ്ട് ഒരു ടാങ്ക് നിറയ്ക്കും. അങ്ങനെയാണെങ്കിൽ 1 മിനിറ്റ് കൊണ്ട് ആ ടാങ്ക് നിറച്ച ഭാഗം എത്ര എന്ന് ചോദിച്ചാല് നമ്മൾ പറയും 1/24 അല്ലേ? 1/24. അതായത് എ എന്ന് പറയുന്ന ടാപ്പ് മാത്രമായിട്ട് ഒരു ടാങ്ക് നിറയ്ക്കാൻ 24 മിനിറ്റ് എടുക്കും. അങ്ങനെയാണെങ്കിൽ 1 മിനിറ്റ് കൊണ്ട് അത് ആ ടാപ്പ് നിറയ്ക്കുന്ന ഭാഗം എത്ര എന്ന് ചോദിച്ചാൽ 1/24. നമ്മൾ ടൈം ആൻഡ് വർക്ക് എന്ന് പറയുന്ന ചാപ്റ്റർ പഠിക്കുമ്പോൾ 1 ഡേ ജോബ് എന്ന് പറയുന്ന കോൺസെപ്റ്റ് വെച്ചിട്ടാണ് ചോദ്യങ്ങൾ ചെയ്ത് പഠിക്കുന്നത്. രാജു ഒരു ജോലി 10 ദിവസം കൊണ്ട് പൂർത്തിയാക്കും.
അങ്ങനെയാണെങ്കിൽ ഒരു ദിവസത്തെ ജോലിയുടെ അളവ് എത്ര? 1/10. റെസിപ്രോക്കൽ എടുത്താൽ മതി, അത്രേ ഉള്ളൂ. റെസിപ്രോക്കൽ അല്ലെങ്കിൽ വിൽക്രമം എടുത്താൽ മതി. അതേപോലെ എ എന്ന് പറയുന്ന ടാപ്പ് 24 മിനിറ്റ് കൊണ്ട് ഒരു ടാങ്ക് നിറയ്ക്കുമെങ്കിൽ 1 മിനിറ്റ് കൊണ്ട് നിറയ്ക്കുന്നത് 1/24. ഓക്കെ, എത്ര മിനിറ്റ് അത് ഓപ്പൺ ചെയ്ത് വെച്ചു എന്നാണ് ചോദ്യം. അതെനിക്ക് അറിയില്ല. സോ എത്ര മിനിറ്റ് ഓപ്പൺ ചെയ്തെന്ന് ചോദിച്ചാൽ അറിയില്ല. സോ എക്സ് മിനിറ്റ് ഓപ്പൺ ചെയ്തു. 1 മിനിറ്റ് കൊണ്ട് 1/24, അങ്ങനെ എക്സ് മിനിറ്റ് ഓപ്പൺ ചെയ്തു. അറിയില്ല. രണ്ടാമത്തെ പൈപ്പ് 32 മിനിറ്റ് കൊണ്ടാണ് നിറയുന്നത് അല്ലെങ്കിൽ നിറയ്ക്കുന്നത്. അങ്ങനെയാണെങ്കിൽ 1 മിനിറ്റ് കൊണ്ട് നിറയ്ക്കുന്നത് 1/32. 1 മിനിറ്റ് കൊണ്ട് 1/32. ഒന്നാമത്തെ പൈപ്പ് 1 മിനിറ്റ് കൊണ്ട് നിറയ്ക്കുന്നത് 1/24 ആണ്. അങ്ങനെ എക്സ് മിനിറ്റ് വർക്ക് ചെയ്തു. രണ്ടാമത്തെ പൈപ്പ് 1 മിനിറ്റ് കൊണ്ട് നിറയ്ക്കുന്നത് 1/32. എടാ, 1 മിനിറ്റ് കൊണ്ട് 1/32, അങ്ങനെ എത്ര മിനിറ്റ് വർക്ക് ചെയ്തു? 20 മിനിറ്റ് വർക്ക് ചെയ്തു. കാരണം രണ്ടാമത്തെ പൈപ്പ് ക്ലോസ് ചെയ്തതേ ഇല്ല. അപ്പോൾ എത്ര മിനിറ്റ് വർക്ക് ചെയ്തെന്ന് ചോദിച്ചാൽ 20 മിനിറ്റ് വർക്ക് ചെയ്തു. എന്തായാലും ഈ 2 പൈപ്പും കൂടെ വർക്ക് ചെയ്തിട്ട് നമ്മുടെ ടാങ്ക് നിറച്ചു ഫുൾ 100%. ദാറ്റ് ഈസ് 100% എന്ന് പറഞ്ഞാൽ 1. ഓക്കെ, ഇതിനകത്ത് നെക്സ്റ്റ് കണ്ടുപിടിച്ച ആൻസർ ആയി കേട്ടോ. അപ്പൊ നമുക്കൊരു കാര്യം ചെയ്യാം. 32ഉം 20ഉം കൂടെ വെട്ടാമല്ലോ. 4 കൊണ്ട് വെട്ടാം. 4 കൊണ്ട് വെട്ടുക എന്ന് പറഞ്ഞ അർത്ഥം 4 കൊണ്ട് ഹരിക്കുക. 32നെ 4 കൊണ്ട് ഹരിച്ചാൽ 8 വരും. 20നെ 4 കൊണ്ട് ഹരിച്ചാൽ 5 വരും. 20നെ 4 കൊണ്ട് ഹരിച്ച 5 ഓക്കെ, അപ്പൊ ഇവിടെ x/24 എന്ന് വരും. ഇവിടെ ഒരു 5/8 കിടപ്പുണ്ട്. ഈ 5/8നെ അപ്പുറത്തേക്ക് തട്ടുക. ഇവിടെ കിടക്കുന്ന 5/8 അപ്പുറത്തേക്ക് പോയാൽ അത് മൈനസ് ആവും. ഇവിടെ കിടക്കുന്ന 5/8 അപ്പുറത്തേക്ക് പോയാൽ മൈനസ് ആവും. അവിടെ ഓൾറെഡി 1 കിടപ്പുണ്ട്. സോ 1 - 5/8. 1 - 5/8. 1 നിന്ന് 5/8 കുറയ്ക്കണം. 1 - 5/8. 1 - 5/8 ക്രോസ് ആയിട്ട് ഗുണിച്ച് നോക്കിയാലും മതി. അല്ലെങ്കിൽ 8ന് 5 കുറച്ചാൽ 3, 3/8 എന്ന് വരും. അല്ലെങ്കിൽ നിങ്ങൾ ക്രോസ് ആയിട്ട് ഗുണിച്ച് നോക്കിയാലും മതി. 3/8 എന്ന് വരും. 3/8 എന്ന് വരും. കണ്ടോ, ഇവിടെ കടന്ന് 5/8ന് അപ്പുറത്തേക്ക് തട്ടുമ്പോൾ 1 - 5/8 എന്ന് വരും. യെസ്, ഇവിടെ 8ഉം 24ഉം കൂടെ വെട്ടിക്കൂടെ? വെട്ടാം. കാരണം ഛേദങ്ങൾ തമ്മിൽ വെട്ടാം. അല്ലെങ്കിൽ 24 ഹരിച്ചുകൊണ്ടിരിക്കുന്ന 24 അപ്പുറത്ത് പോകുമ്പോൾ ഗുണനമാവും. എന്നാലും കുഴപ്പമില്ല. 24 വെട്ടും 8 കൊണ്ട് വെട്ടാം. 8 കൊണ്ട് വെട്ടുക എന്ന് പറഞ്ഞ അർത്ഥം 8 കൊണ്ട് ഹരിക്കുക. സോ 8നെ 8 കൊണ്ട് ഹരിച്ച 1 വരും. 24നെ 8 കൊണ്ട് ഹരിച്ച 3 വരും. 8നെ 8 കൊണ്ട് ഹരിച്ച 1 വരുന്നത്. 24നെ 8 കൊണ്ട് ഹരിച്ചാൽ 3 വരും. ഇനി ക്രോസ് ആയിട്ട് ഗുണിച്ചാൽ മതി. സോ x = 3 × 3 9. അതായത് 9 മിനിറ്റ് ആണ് ഒന്നാമത്തെ പൈപ്പ്, അതായത് പൈപ്പ് എ ഓപ്പൺ ചെയ്തത്. സോ ഒന്നാമത്തെ പൈപ്പായ എ എന്ന് പറയുന്ന പൈപ്പ് 9 മിനിറ്റ് ഓപ്പൺ ചെയ്ത് വെച്ചു. രണ്ടാമത്തെ പൈപ്പായ ബി എന്ന് പറയുന്ന പൈപ്പ് 20 മിനിറ്റ് ഫുള്ളായിട്ട് ഓപ്പൺ ചെയ്ത് വെച്ചു. എന്തായാലും ടാങ്ക് നിറഞ്ഞു. അപ്പൊ ക്വസ്റ്റിന്റെ ഉത്തരം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഓപ്ഷൻ എ ആയിരുന്നു ഉത്തരം. 9 മിനിറ്റ് ആയിരുന്നു റൈറ്റ് ആൻസർ. ഇത്ര ഉള്ളായിരുന്നു പരിപാടി. അപ്പൊ നമ്മൾ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കടക്കുവാണ്. അടുത്തത് ഈ ചോദ്യമാണ് ചോദിച്ചത്. അപ്പൊ നമ്മൾ ഒന്നാമത്തെ ചോദ്യം വന്നത് നമ്പർ സിസ്റ്റം എന്ന് പറയുന്ന ചാപ്റ്ററിലെ ചോദ്യമായിരുന്നു. രണ്ടാമത് ടൈം ആൻഡ് വർക്ക് എന്ന് പറയുന്ന ചാപ്റ്ററിന്റെ ബാക്കിയായിട്ട് വരുന്ന പൈപ്പ് ആൻഡ് സിസ്റ്റം എന്ന് പറയുന്ന ചാപ്റ്ററുമായി ബന്ധപ്പെട്ട ചോദ്യമാണ്. മൂന്നാമത്തെ ചോദ്യം കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് എന്ന് പറയുന്ന ചാപ്റ്ററിലെ ചോദ്യമാണ്. അപ്പൊ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് എന്ന് പറയുന്ന ചാപ്റ്ററില് നമ്മൾ പെർസെൻറ്റേജ് മെത്തേഡ് വഴിയാണ് പ്രോബ്ലം ചെയ്യുന്നത്. ആ ഒരു ചാപ്റ്റർ, ഈ പറയുന്ന ചാപ്റ്ററുകളൊക്കെ നിങ്ങൾ അവസാനത്തെ പരീക്ഷയ്ക്ക് ചോദിച്ച ചോദ്യങ്ങളാണെന്നും ഇത്തരം ചാപ്റ്ററുകളൊക്കെ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കാൻ കൂടിയാണ് ഈ ചാപ്റ്ററുകൾ ഓരോ ചോദ്യങ്ങളും പരിചയപ്പെടുത്തുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് എമൗണ്ട് കണ്ടുപിടിക്കാനാണ്, എളുപ്പമാണ്. 25,000 രൂപയാണ് നിക്ഷേപിച്ചത്. 3 വർഷത്തേക്കാണ് നിക്ഷേപിച്ചത്. റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ആദ്യം 2%, പിന്നെ 4%,
പിന്നെ 5%. സോ ഈ 3 വർഷത്തിന് ശേഷം കിട്ടുന്ന കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് എത്ര എന്നാണ് ചോദ്യം. അപ്പോൾ ഈ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് എന്ന് പറയുന്ന ചാപ്റ്റർ പഠിക്കുമ്പോൾ അവിടെ നമ്മൾ പെർസെൻറ്റേജ് മെത്തേഡ് വഴിയാണ് ആൻസറിലേക്ക് എത്തുന്നത്. അതായത് മലയാളത്തിൽ പറഞ്ഞാൽ ശതമാന രീതി വഴിയാണ് ആൻസറിലേക്ക് എത്തുന്നത്. അപ്പൊ ആ ഒരു ചാപ്റ്റർ നിങ്ങൾ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിച്ചേ പറ്റത്തുള്ളൂ. ഇവിടെ നമ്മൾ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് ഒറ്റയടിക്ക് പറഞ്ഞു തരാം. സോ എമൗണ്ട് കണ്ടുപിടിക്കാൻ പെർസെൻറ്റേജ് മെത്തേഡ് സിമ്പിൾ. സോ എമൗണ്ട് കണ്ടുപിടിക്കാൻ നിക്ഷേപിച്ച തുക 25,000 ആണ്. 25,000 25,000 25,000. ആദ്യത്തെ വർഷം റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് 2%. 2% റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞാല് ആദ്യത്തെ വർഷം കഴിയുമ്പോൾ നിങ്ങൾക്ക് പലിശയായിട്ട് 2% കിട്ടും. ഏതിന്റെ? നിക്ഷേപിച്ച തുകയുടെ 2% നിങ്ങൾക്ക് പലിശയായിട്ട് കിട്ടും. അപ്പൊ നിങ്ങളുടെ എമൗണ്ട് എത്ര ആയിട്ട് മാറും? നിങ്ങൾ നിക്ഷേപിച്ച തുകയും കിട്ടും, പ്ലസ് 2% കൂടി എക്സ്ട്രാ കിട്ടും. നിക്ഷേപിച്ച തുക എന്ന് പറഞ്ഞാൽ 100% ആ 100%ന്റെ കൂടെ ഒരു 2% കൂടി എക്സ്ട്രാ കിട്ടും. കാരണം 100% നിക്ഷേപിച്ച തുക, അതിന്റെ കൂടെ 2% പലിശ. അപ്പൊ 100ഉം 2ഉം കൂടെ കൂട്ടിയാൽ മൊത്തം 102% കിട്ടും. അപ്പോൾ ആദ്യത്തെ വർഷം കഴിയുമ്പോൾ നമ്മൾക്ക് 102% കിട്ടും. ഓക്കെ, ഇനി അടുത്ത വർഷം 4 അല്ലേ? 4 അടുത്ത വർഷം 4%. ഈ കൂട്ടുപലിശയുടെ പ്രത്യേകത, കോമ്പൗണ്ട് ഇൻട്രസ്റ്റിന്റെ പ്രത്യേകത പിടിച്ചാ പോകുന്നത്. പിടിച്ചാണ് പോകുന്നത്. അപ്പോൾ അടുത്ത വർഷം 4% എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇതിന്റെയാണ്. അപ്പൊ നിങ്ങൾ കൂടുതൽ കാട് കയറി ചിന്തിക്കേണ്ട. 4 കണ്ട 104 എഴുതുക. 104%. 104%. അതിനടുത്ത വർഷം 5 അല്ലേ? 5 എന്ന് പറഞ്ഞാൽ 105. കണ്ട, ഇത്രേ ഉള്ളൂ പരിപാടി. ഒരേ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ആയിരുന്നെങ്കിലോ, ഇപ്പൊ 5% 3 വർഷമായിരുന്നെങ്കിലോ 105/100, 105/100, 105/100 പല പല പെർസെൻറ്റേജ് ആയതുകൊണ്ടാണ് നമ്മൾ 102, 104, 105 ആയിട്ട് എടുത്തത്. ഇങ്ങനെ തന്നെയാണ് നമ്മൾ കൂട്ടുപലിശ അല്ലെങ്കിൽ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞ ചാപ്റ്ററിലെ ചോദ്യങ്ങളെല്ലാം ചെയ്ത് പഠിക്കുന്നത് ഇങ്ങനെയാണ് നമ്മൾ ചെയ്ത് പഠിക്കുന്നത്. ഇത് നന്നായിട്ട് അങ്ങ് ഓർത്തു വെച്ചാൽ മാത്രം മതി. അത്രേ ഉള്ളൂ. ഓക്കെ, നമുക്ക് ആദ്യം എമൗണ്ട് കണ്ടുപിടിക്കാം. വെട്ടാൻ പറ്റുന്നതൊക്കെ വെട്ടിക്കൂ. വെട്ടുമ്പോൾ ശ്രദ്ധിക്കണം, പൂജ്യങ്ങളെല്ലാം പെട്ടെന്ന് വെട്ടിക്കളയരുത്. അപ്പൊ നമുക്ക് ഗുണിക്കാൻ ഒരുപാട് ബുദ്ധിമുട്ടാവും. അപ്പൊ നോട്ടെ, കഴിവിന്റെ പരമാവധി അംശവും ഛേദവും കൂടെ വെട്ടണം. കഴിവിന്റെ പരമാവധി അംശവും ഛേദവും കൂടെ വെട്ടണം. അപ്പോൾ നമുക്ക് 5 കൊണ്ട് വെട്ടാം. 5 കൊണ്ട് വെട്ടുക എന്ന് പറഞ്ഞ അർത്ഥം 5 കൊണ്ട് ഹരിക്കുക. 100നെ 5 കൊണ്ട് ഹരിച്ച 20 വരും. 105നെ 5 കൊണ്ട് ഹരിച്ച 21 വരും. 100നെ 5 കൊണ്ട് ഹരിച്ച 20 ആണ്. 104 അല്ലേ? അപ്പൊ 5 കൊണ്ട് വെട്ടാൻ പറ്റത്തില്ല. അപ്പൊ നമുക്ക് 4 കൊണ്ട് വെട്ടാമല്ലോ. യെസ്, 4 കൊണ്ട് വെട്ടാം. 4 കൊണ്ട് വെട്ടുക എന്ന് പറഞ്ഞ അർത്ഥം 4 കൊണ്ട് ഹരിക്കുക. 100നെ 4 കൊണ്ട് ഹരിച്ചാൽ 100നെ 4 കൊണ്ട് ഹരിച്ചു കഴിഞ്ഞാല് 25 എന്ന് വരും. 100നെ 4 കൊണ്ട് ഹരിച്ച 25 വരും. 104നെ 4 കൊണ്ട് ഹരിച്ച 26 വരും. 26. 100നെ 4 കൊണ്ട് ഹരിച്ച 25 വരും. 104നെ 6 കൊണ്ട് ഹരിച്ച 26 വരും. അടുത്തത് 100ഉം 102ഉം ആണ്. നമുക്ക് 2 കൊണ്ടേ വെട്ടാൻ പറ്റത്തുള്ളൂ. 2 കൊണ്ട് വെട്ടുക എന്ന് പറഞ്ഞ അർത്ഥം 2 കൊണ്ട് ഹരിക്കുക. അപ്പോൾ 100നെ 2 കൊണ്ട് ഹരിച്ചാൽ 50 വരും. അതേപോലെ 102നെ 2 കൊണ്ട് ഹരിച്ചാൽ 51 വരും. വേറെ വല്ലതും വെട്ടാനുണ്ടോ നോക്കിക്കേ. ഈ 25ഉം ഈ 25ഉം കൂടെ വെട്ടാം. അപ്പൊ 1 വരും. 3 0 മറന്നു പോലല്ലേ? 3 0. ഇനി 50ഉം 100ഉം കൂടെ വെട്ടാം. 50ന്റെ രണ്ടാമത്തെ ഗുണിതമാണ് 100. 0 മറന്നു പോലെ 20 വരും. ഇവിടെ താഴത്തെ 20ഉം മുകളിലത്തെ 20ഉം കട്ട് ചെയ്യാം. സോ എല്ലാം കഴിഞ്ഞിരിക്കുകയാണ്. താഴെ ഇനി ഒന്നുമില്ല, ഛേദത്തിൽ ഒന്നുമില്ല,
അംശത്തിലാകെ 3 സംഖ്യകൾ മാത്രമേ ഉള്ളൂ. അതിൽ ഒരെണ്ണം 51, ഒരെണ്ണം 26, ഒരെണ്ണം 21. ഇവ തമ്മിൽ ഗുണിച്ചാൽ നമുക്ക് എമൗണ്ട് കിട്ടും. അപ്പൊ നമുക്ക് പതുക്കെ ഗുണിക്കാം. 51ഉം 26ഉം കൂടെ ഗുണിച്ചാട്ടെ. 51ഉം 26ഉം കൂടെ ഗുണിച്ചാൽ 1 6 6, 6 5 30, 30 2 കൂടെ കൂട്ടിയ 32, ശിഷ്ടം 3, I 2 10 3 13, 1326 വരും. 6 5 30 2 32, I 2 10 3 13, 1326 എന്ന് വരും. നിങ്ങൾ സൈഡ് ഗുണിച്ച് നോക്കണേ. 51നെ 26 കൊണ്ട് ഗുണിച്ചാല് 1326 എന്ന് വരും. ഇനി അതിനെ വീണ്ടും 21 കൊണ്ട് ഗുണിക്കണം. സോ 21 കൊണ്ട് ഗുണിച്ചു കഴിഞ്ഞാല് 6 2 3 1, 6 2 12, ശിഷ്ടം 1, 2 2 4 1 5, 3 2 6, 1 2 2. കണ്ടോ? 2652 വരും. കൂട്ടിക്കോ. 6 4 5 3 8, 6 1 7 2. അതായത് 27,846 എന്ന് വരും. അതായത് 25,000 രൂപ കൂട്ടുപലിശ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് കണക്കാക്കുന്ന ഒരു ബാങ്കിൽ നിക്ഷേപിച്ചു. എത്ര നാളത്തേക്കാ? 3 വർഷത്തേക്ക്. ആദ്യത്തെ വർഷം 2%, അടുത്ത വർഷം 4%, അതിനടുത്ത വർഷം 5%. അങ്ങനെയാണെങ്കിൽ ആ കാലാവധി പൂർത്തിയാകുമ്പോൾ, അതായത് 3 വർഷം കഴിയുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 27,846 രൂപ കിട്ടും. സോ വാട്ട് ഈസ് ദ എമൗണ്ട് എന്ന് ചോദിച്ചായിരുന്നെങ്കിൽ, അല്ലെങ്കിൽ ഫൈൻഡ് ഔട്ട് ദ എമൗണ്ട് എന്ന് ചോദിച്ചായിരുന്നെങ്കിൽ 27,846 എന്ന് എഴുതി വെച്ചാൽ മതിയായിരുന്നു. പക്ഷെ ചോദിച്ചത് വാട്ട് ഈസ് ദ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് എന്നാണ് ചോദിച്ചത്. നമുക്ക് ഇൻട്രസ്റ്റ് മാത്രം മതി. അപ്പോൾ എമൗണ്ട് ചെയ്യുന്ന പ്രിൻസിപ്പൽ എമൗണ്ട് ആയ നിക്ഷേപിച്ച തുക കുറയ്ക്കുവാണെങ്കിൽ ഇൻട്രസ്റ്റ് കിട്ടും. അപ്പോൾ 27,846 നിന്ന് 25,000 കുറയ്ക്ക്. 25,000 കുറച്ച് കഴിഞ്ഞാല് 2,846. ആ 2,846 ആണ് ഇൻട്രസ്റ്റ് ആയിട്ട് മാറിയത്, അതായത് ഇൻട്രസ്റ്റ് ആയിട്ട് വന്നത്. അപ്പൊ 25,000 നിക്ഷേപിച്ചു, 2,846 പലിശയായിട്ട് കിട്ടി. സോ ടോട്ടൽ എമൗണ്ട് 27,846 ആയിട്ട് മാറി. അപ്പോൾ ഫൈൻഡ് ഔട്ട് ദ എമൗണ്ട് എന്ന് ചോദിച്ചായിരുന്നെങ്കിൽ 27,846 എന്ന് എഴുതായിരുന്നു. പക്ഷെ ചോദിച്ചത് ഇൻട്രസ്റ്റ് ആണ് ചോദിച്ചത്. സോ ഇൻട്രസ്റ്റ് കണ്ടുപിടിക്കാൻ എമൗണ്ട് ചെയ്യുന്ന പ്രിൻസിപ്പൽ എമൗണ്ട് കുറച്ചാൽ മതി. ഉത്തരം 2,846 ആണ് അവിടുത്തെ റൈറ്റ് ആൻസർ. അപ്പോൾ ഈ ചോദ്യം വന്നിരിക്കുന്നത് ഇൻട്രസ്റ്റ് അല്ലെങ്കിൽ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് എന്ന് പറയുന്ന ചാപ്റ്ററുമായി ബന്ധപ്പെട്ട ചോദ്യമാണ്. ആ ഒരു ചാപ്റ്റർ നിങ്ങൾ ഡീറ്റെയിൽഡ് ആയിട്ട് നല്ല രീതിയിൽ പഠിച്ച് അവസാനിപ്പിക്കണം. നല്ല ചാപ്റ്റർ ആണ്, ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ട്. അപ്പൊ നമ്മൾ 3 ചോദ്യങ്ങൾ പ്രാക്ടീസ് ചെയ്തു. 1 നമ്പർ സിസ്റ്റം എന്ന് പറയുന്ന ചാപ്റ്ററിലെ ചോദ്യം, 2 നമ്മുടെ ടൈം ആൻഡ് വർക്കിന്റെ ബാക്കിയായിട്ട് വരുന്ന പൈപ്പ് ആൻഡ് സിസ്റ്റം എന്ന് പറയുന്ന ചാപ്റ്ററിലെ ചോദ്യം, 3 കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് അല്ലെങ്കിൽ ഇൻട്രസ്റ്റ് എന്ന് പറയുന്ന ചാപ്റ്ററിന്റെ ബാക്കിയായിട്ട് വരുന്ന കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് എന്ന് പറയുന്ന ചാപ്റ്ററിലെ ചോദ്യമാണ് പഠിച്ചത്. അപ്പൊ നമ്മൾ പരീക്ഷയ്ക്ക് വേണ്ടി തയ്യാറെടുക്കുമ്പോൾ ഇത്തരം ചോദ്യങ്ങൾ, മുൻവർഷ ചോദ്യങ്ങൾ എങ്ങനെയാണ് പെട്ടെന്ന് ചെയ്തെടുക്കേണ്ടത്, പരമാവധി മുൻവർഷ ചോദ്യങ്ങൾ പരിചയപ്പെടുത്തുക. ഇത്തരം വലിയൊരു ദൗത്യമുണ്ട്. പിന്നെ പരീക്ഷ കൃത്യമായിട്ട് എഴുതണം. കൃത്യമായി ടൈം ടേബിൾ അറേഞ്ച് ചെയ്തുകൊണ്ട് ഒരു ലിമിറ്റഡ് സമയം കൊണ്ട് ഒരുപാട് റിസൾട്ടുകൾ, നമ്മുടെ കഴിഞ്ഞു പോയ ഹൈക്കോ ടെസ്റ്റിന്റെ റിസൾട്ടുകൾ, ഒരുപാട് റിസൾട്ടുകൾ ഉണ്ടാക്കിയ സ്ഥാപനമാണ് കോമ്പറ്റീവ് ക്രാക്കർ. നിങ്ങൾക്ക് അറിയാം. അപ്പൊ നിങ്ങൾക്ക് വേണ്ടിയിട്ട് നിങ്ങളുടെ പഠനം ഊർജമാക്കാൻ വേണ്ടി, സോ നല്ല രീതിയിൽ നല്ല ഒരു റിസൾട്ട് കിട്ടുവാൻ വേണ്ടിയിട്ട് നമ്മളൊരു ഹൈക്കോ ടെസ്റ്റിന് വേണ്ടി മാത്രമായിട്ട് ഒരു ബാച്ച് ഓപ്പൺ ചെയ്യുവാണ്. സോ ഈ ഒരു ബാച്ചിന്റെ പ്രത്യേകത, ഇംഗ്ലീഷ് വിഷയത്തിനാണ് കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത്. നിങ്ങൾക്കുള്ള ക്ലാസ്സുകളിൽ ഏറ്റവും കൂടുതൽ ക്ലാസ്സുകളെല്ലാം ഇംഗ്ലീഷ് ആയിരിക്കും. മാത്രമല്ല ഡിസ്ക്രിപ്റ്റീവ് എക്സാമിന് ഒരു കുട്ടിക്ക്, ഒരാൾക്ക് ഇൻഡിവിജ്വൽ അറ്റൻഷൻ കിട്ടുന്ന രീതിയിലെ ബാച്ച് കൂടിയാണ് ഇത്. അതായത് ഓരോ കുട്ടിക്കും അറ്റൻഷൻ കിട്ടുന്ന രീതിയിലായി. നമ്മൾ ഡിസ്ക്രിപ്റ്റീവ് എക്സാമിനാണ് നമുക്ക് കുറച്ച് ബുദ്ധിമുട്ട് വരുന്നത്. അപ്പൊ അവിടെ നിങ്ങൾക്ക് ഒന്നും പേടിക്കാനില്ല.
ഡിസ്ക്രിപ്റ്റീവ് എക്സാം എഴുതുമ്പോൾ പോലും ഓരോ കുട്ടിക്ക് ഇൻഡിവിജ്വൽ അറ്റൻഷൻ കിട്ടുന്ന രീതിയിലാണ് മെന്ററിന്റെ സപ്പോർട്ട് വരുന്നത്, അല്ലെങ്കിൽ ഫാക്കൾട്ടിയുടെ സപ്പോർട്ട് വരുന്നത്. സോ അപ്പൊ അതുകൊണ്ട് ഈ ഒരു ബാച്ച് നിങ്ങൾക്ക് ഒരുപാട് ഉപകാരപ്പെടും. മുമ്പോട്ടുള്ള യാത്രയില്, ജീവിത യാത്രയില് കേരള ഹൈക്കോർട്ടിലെ അസിസ്റ്റന്റ് ആകുക എന്നുള്ള വലിയൊരു സ്വപ്നം നിസ്സാരമായിട്ട് ക്രാക്ക് ചെയ്യാൻ പറ്റും. അപ്പൊ അതുകൊണ്ട് ഈ ഒരു ബാച്ചിലേക്ക് അഡ്മിഷൻ എടുക്കാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ അതേപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് നിങ്ങൾ ഷെയർ എത്തിക്കണം. സോ ഈ നമ്പർ ഒന്ന് നോട്ട് ചെയ്യുക. ഏറ്റവും പുതിയ ബാച്ചാണ് നമ്മൾ ഓപ്പൺ ചെയ്യുന്നത്. സോ നമ്മൾ പഠിച്ചു തുടങ്ങുവാണ്. സോ നമ്പർ ഒന്ന് നോട്ട് ചെയ്യുക. 8589083568 എന്ന് പറഞ്ഞ നമ്പർ നോട്ട് ചെയ്യുക. സോ ഇവിടെയും നമ്മൾ ഇതുപോലെ തന്നെ ഡെയിലി മോക്ക് എക്സാമുകളും റിവിഷൻ എക്സാമുകളും അതേപോലെ മോഡൽ എക്സാമുകളും കൃത്യമായ മെന്ററിന്റെ സപ്പോർട്ടോടുകൂടി നടക്കുന്നുണ്ട്. സോ ഇംഗ്ലീഷ് വിഷയങ്ങൾക്ക് കൂടുതൽ പരിഗണന കൊടുത്തുകൊണ്ടാണ് ബാച്ച് മുമ്പോട്ട് പോകുന്നത്. സോ ഈ ബാച്ചിൽ അഡ്മിഷൻ എടുക്കാം. അപ്പൊ നമ്മൾ ഇന്നത്തെ ക്ലാസ് ഇവിടെ തൽക്കാലം വൈൻഡപ്പ് ചെയ്യുവാണ്. ഇതിന്റെ ബാക്കി ചോദ്യങ്ങളുമായിട്ട് അപ്പൊ നമ്മൾ ഏകദേശം ഒരു 3 ചോദ്യങ്ങളാണ് ക്ലാസ്സിൽ പ്രാക്ടീസ് ചെയ്തത്. ഒരുപാട് കണക്ഷൻ കാര്യങ്ങൾ ഒരുപാട് പറഞ്ഞു തന്നു. എന്തൊക്കെ ചാപ്റ്ററിലാണ് പഠിക്കേണ്ടതെന്ന് പറഞ്ഞു തന്നു. ഇതിന്റെ ബാക്കി ചോദ്യങ്ങളുമായിട്ട് വീണ്ടും അടുത്ത ക്ലാസ്സിൽ നമ്മൾ വീണ്ടും കാണും. സോ ടേക്ക് കെയർ.